ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല എന്നുള്ള പ്ലേ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗിരീഷ് കർണാട് ആരാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഗിരീഷ് കർണാട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഗ്രേറ്റ് കന്നഡ റൈറ്ററാണ്. അപ്പോൾ ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല എന്നുള്ള പ്ലേ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നാഗമണ്ഡലയ്ക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1988 ഫസ്റ്റ് ഈ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഈ ഒരു പ്ലേ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗിരീഷ് കർണാട്. സോ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് എബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക് പ്ലസ് മോഡേൺ ആയിട്ടുള്ള തിയേട്രിക്കൽ ആയിട്ടുള്ള കൺവെൻഷൻസും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പ്ലേക്കകത്ത് കാണാൻ സാധിക്കും. 2 ഫോക്ക് ടെയിൽ ഫ്രം കർണാടകയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്ലേ എഴുതിയിരിക്കുന്നത്. മിത്തും റിയാലിറ്റിയും തമ്മിലുള്ളൊരു മിക്സാണ് അദ്ദേഹം ഈ പ്ലേക്കകത്ത് ചെയ്തിട്ടുള്ളത്. സോ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ട്രൂത്ത്, ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ റൂൾസിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ലെയേഴ്സ് ഓഫ് മീനിങ്ങും ഒരുപാട് ക്യാരക്ടേഴ്സും എല്ലാം ഇതിനകത്തുണ്ട് ഈ നാഗമണ്ഡല എന്നുള്ള പ്ലേക്കകത്ത് ഉണ്ട്. അപ്പോൾ ഈ നാഗമണ്ഡലയുടെ ഈ ഒരു റൂട്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടകയിലെ ഓറൽ ട്രഡീഷനിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ ഒരു നാഗമണ്ഡല. കർണാടക എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻ സദേൺ ഇന്ത്യയാണ്. അപ്പം 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫോക്ക് ടെയിലിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു നറേറ്റീവ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ടെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീയുടെ സ്റ്റോറിയാണ് ഫസ്റ്റ് ടെയിലിനകത്ത് പറയുന്നത്. അവരുടെ ഹസ്ബൻഡിൻ്റെ അഫെക്ഷൻ വിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുവാണ്, ഒരു ലവ് റൂട്ട് ഫീഡ് ചെയ്യുന്നു അയാളെ. അതൊരു മാജിക്കലായിട്ടുള്ളൊരു ലവ് റൂട്ടായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് എഫക്റ്റിംഗ് ഹെർ ഹസ്ബൻഡ് അതൊരു കോബ്രയെ അട്രാക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ഹസ്ബൻഡിൻ്റെ രൂപത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുവാണ്, ഇവർ തമ്മിലുള്ള ലവ് സ്റ്റോറി. സെക്കൻഡ് സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, ഒരു ലാമ്പിൻ്റെ ഫ്ലെയിം അതുമായിട്ട് സെൻറ്റർ ചെയ്യുന്നൊരു സ്റ്റോറിയാണ് സെക്കൻഡ് സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് ഈ ലാമ്പുകൾ തമ്മിൽ എന്ത് ചെയ്യുകയാണ്, ഗോസിപ്പുകളെല്ലാം ഷെയർ ചെയ്യുവാണ്. അപ്പോൾ അത് ഒരു ഡ്രമാറ്റിസ്റ്റ് കേൾക്കുകയും അയാൾ ഇതൊരു ഡ്രാമയായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ 2 സ്റ്റോറിയാണ് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത്. ഈ 2 സ്റ്റോറിയെയും കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, റിയാലിറ്റി, ഇല്യൂഷനും അതുപോലെ തന്നെ ട്രൂത്തും പെർസെപ്ഷനും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്ലേ എഴുതിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. അപ്പോൾ നാഗമണ്ഡല എന്ന് പറഞ്ഞ 2 ആക്ട് പ്ലേ ആണ്. 1977-88 അദ്ദേഹം അത് എഴുതിയെങ്കിൽ പബ്ലിഷ് ചെയ്ത് 88 നാഗമണ്ഡല എന്ന് വെച്ചാൽ പ്ലേ വിത്ത് കോബ്ര എന്നാണ്. അതൊരു കന്നഡ പ്ലേ ആണ്. പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഇംഗ്ലീഷിലോട്ട്. ഹിസ്റ്ററി പ്ലസ് മിത്തിക്കൽ എലിമെൻറ്റ്സ് പ്ലസ് റിയാലിറ്റി അല്ലെങ്കിൽ ഫിക്ഷൻ, ഹിസ്റ്ററി ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് AK രാമാനുജൻ എന്നുള്ള കന്നഡ പോയറ്റിൻ്റെ അവിടെ നിന്ന്, അതായത് അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു ഫോക്ലോർ സ്റ്റോറിയാണ് ഈ ഒരു നാഗമണ്ഡല പ്ലേക്ക് ബേസ് ആയിട്ട് മാറിയത്. അപ്പോൾ നാഗമണ്ഡല ഹാങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആക്ട് 1 നോക്കാം. 2 ആക്റ്റേ ഉള്ളൂ. അപ്പം നോക്കിക്കോളൂ. നറേറ്റർ ഓഫ് നാഗമണ്ഡല എന്ന് പറയുന്നത് സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ സ്റ്റോറി എന്നുള്ള ആളാണ് നറേറ്റ് ചെയ്യുന്നത് ഈ ഒരു കഥ. അതായത് കഥയാണ് ഇത് നറേറ്റർ ആവുന്നത്. ആൻഡ് ഈ കഥ ആരോടാണ് കഥ പറയുന്നത്? ഒരു മാനിൻ്റെ അടുത്ത് നറേറ്റ് ചെയ്യുവാണ്. അതായത് ഒരു കപ്പിളുണ്ട്, അപ്പണ്ണ എന്നും റാണി എന്നുമാണ് ആ കപ്പിളിൻ്റെ പേര്. അവർ വില്ലേജിലാണ് താമസിക്കുന്നതെന്നും അപ്പണ്ണയ്ക്ക് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടൊരു അഫെയർ ഉണ്ട് ഒരു സ്ത്രീയുമായിട്ട്. സോ അതുകൊണ്ട് ഇയാൾക്ക് റാണി, അയാളുടെ വൈഫുമായിട്ട് ഒരു താല്പര്യമില്ല. ആൻഡ് ഹി സ്പെൻഡ്സ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം വിത്ത് ഹിസ് കോൺക്യുബൈൻ. ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യും, ലഞ്ച് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇയാൾ വീട്ടിലോട്ട് വരുന്നത്. റാണി അപ്പോൾ ഇയാൾ പോകുന്ന സമയത്ത് വീട്ടിൻ്റെ വെളിയിൽ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. സോ അവരുടെ മാരീഡ് ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഫെയിലർ തന്നെയാണ്. അപ്പോൾ റാണി ഹസ്ബൻഡിൻ്റെ ലവിന് വേണ്ടി ലോങ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷേ ഒരു ഡെവലപ്മെൻറ്റും ഇല്ല. അപ്പണ്ണ എന്ത് ചെയ്യാണ്, ഡെയിലി റൂട്ടീനിൽ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് അപ്പണ്ണ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് അപ്പണ്ണ ഈ റാണിയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈം പോലും എപ്പോഴും ഷൗട്ട് ചെയ്തുകൊണ്ട് യെല്ല് ചെയ്തുകൊണ്ടുമാണ് നിൽക്കുന്നത്. സോ ഒരു ലവും ലിബർട്ടിയും ഈ കുട്ടിക്ക് വീട്ടിനകത്ത് ഇല്ല. സോ ആരും അവളെ സപ്പോർട്ട് ചെയ്യാനും ഇല്ല. ആൻഡ് അറ്റ് എനി കോസ്റ്റ് റാണിക്ക് അവരുടെ ഹസ്ബൻഡിനെ വിൻ ബാക്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് കുറുഡവ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുറുദവ എന്ന് പറയുന്ന ഒരു ഓൾഡ് ബ്ലൈൻഡ് ലേഡിയും അവരുടെ മകനായിട്ടുള്ള കപ്പണ്ണയും കൂടി ഈ അപ്പണ്ണയുടെ വീട്ടിൽ വരുവാണ് ഒരു ദിവസം. അപ്പോൾ ഡോറ് ക്ലോസ് ചെയ്തേക്കുന്ന കാണുന്നു. എന്നിട്ട് അപ്പണ്ണയുടെ ഇൻഫേമസ് ആക്ടിവിറ്റീസ് എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ നിന്ന്. അപ്പോൾ റാണി ഇത് കേട്ട് വിൻഡോയുടെ അടുത്തൂടെ വന്ന് നോക്കുന്നു. അപ്പോൾ കുറുദവയ്ക്ക് മനസ്സിലായി റാണി ഒരു പത്തറ്റിക് സിറ്റുവേഷനിലാണെന്ന്. അങ്ങനെ റാണിക്ക് എന്ത് ചെയ്തു, ഇവർ 2 ലവ് റൂട്ട്സ് കൊടുത്തു. ആൻഡ് എന്ത് ചെയ്തു, ഹസ്ബൻഡിനെ ഡ്രഗ് ചെയ്യാൻ പറയുകയാണ് ഈ റൂട്ട് വെച്ചിട്ട്. അപ്പം ആദ്യമേ ഒരു ചെറിയ ഒരെണ്ണം കൊടുക്കാൻ, പിന്നെ വലിയ ഒരെണ്ണം കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ഈ സ്മോൾ റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് മിൽക്ക്. എന്നിട്ടത് അപ്പണ്ണയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് തയ്യാറായിട്ട് നിൽക്കുന്ന റാണി. പക്ഷേ ഒരു റൂട്ടീന് മാറ്റം വന്നില്ല. എന്നിട്ട് ബിഗ് റൂട്ട് എന്ത് ചെയ്തു, കറിക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്നിട്ടും ഒരു ഇതും കണ്ടില്ല. അങ്ങനെ ഈ പെൺകുട്ടി സ്ത്രീ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു
ഉറുമ്പിൻ്റെ ആൻറ്റ് ഹില്ലിൽ ഇതെന്ത് ചെയ്തു എടുത്ത് ഒഴിച്ചു കൊടുത്തു. അവിടെ ഒരു കിങ് കോബ്ര, അതായത് നാഗ ഉണ്ടായിരുന്നു. നാഗയാണ് ഈ കറിയും മിൽക്കും എല്ലാം അവസാനം കൺസ്യൂം ചെയ്തതും. ഈ മാജിക്കൽ റൂട്ടിൻ്റെ പവർ ഫുള്ള്, അതായത് ഈ ലവ് ഉണ്ടാവാനുള്ള മാജിക്കൽ പോർഷൻ ആണല്ലോ, അട്രാക്ഷൻ ഉണ്ടാവാനുള്ള, അത് ഫുള്ള് കുടിച്ചത് ഈ നാഗയാണ്, അല്ലെങ്കിൽ കോബ്രയാണ്. അങ്ങനെ നാഗ ഫോൾസ് ഇൻ ലവ് വിത്ത് റാണി. എന്നിട്ട് റാണിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നാഗ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആക്ട് 2-നകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പണ്ണയുടെ ഫോം എടുത്ത് നാഗ റാണിയെ രാത്രികളിൽ വിസിറ്റ് ചെയ്യുകയും റൊമാൻറ്റിക് വേയിൽ വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ അവൾ ഭയങ്കര ഷോക്ക്ഡായിപ്പോയി ഇത് കണ്ടപ്പോൾ. സോ ഷീ ഈസ് ഹാപ്പി. കാരണം എന്തുകൊണ്ടാണ് അപ്പണ്ണയാണല്ലോ വരുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡാണ് വരുന്നതെന്നാണ് ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നാഗ എന്ത് ചെയ്യും, രാവിലെ ആകുമ്പോൾ വാനിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈമിൽ ഭയങ്കര ദേഷ്യവും രാത്രിയാകുമ്പോൾ ഇത്രയും സ്നേഹവും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും പിന്നെന്താണ് ഈ സ്ത്രീ ഭയങ്കര ഹാപ്പിയായി. ആൻഡ് ഈ കുട്ടിയെ എൻക്വയറി ചെയ്യുകയാണ് എന്താണ് രാവിലെ ഭയങ്കര ബ്രൂട്ടലായിട്ടും രാത്രി ഭയങ്കര ജെൻറ്റിലായിട്ടും പെരുമാറുന്നതെന്ന് ചോദിക്കുന്നു. ആൻഡ് എന്താണ് ഈ നാഗ എന്താണ് വലിയ ഭാവവ്യത്യാസം ഇല്ലാതെ പറയുന്നു, അത് ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ ആർക്കും സത്യം അറിയത്തില്ല, റാണിക്ക് സത്യമൊന്നും അറിയത്തില്ല. അപ്പോൾ റാണി ഒരു ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസസ് ബ്ലഡ് ഓൺ നാഗാസ് ബോഡി. അപ്പോൾ ഒരു ഓയിൻമെൻറ്റ് ഇടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും എന്താണ് മിററിൻ്റെ ബോക്സിൽ റിഫ്ലക്ഷൻ നോക്കിയപ്പോൾ അതൊരു കോബ്രയാണ് റാണി കണ്ടത്. അങ്ങനെ കരയുമ്പോൾ, അതായത് സ്ക്രീം ചെയ്യുന്നു. നാഗയാണെന്ന് മനസ്സിലാവുന്നുണ്ട്, കോബ്രയുടെ റിഫ്ലക്ഷനൊക്കെ കാണുന്നുണ്ട്. ആൻഡ് പിന്നീട് അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പ്രഗ്നൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡിന് എന്തായാലും ദേഷ്യം വന്നു. കാരണം ഹസ്ബൻഡ് ഇവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഹസ്ബൻഡ് ദേഷ്യം വന്നപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില്ലേജ് എൽഡേഴ്സിനെ എല്ലാം വിളിച്ചു വരുത്തുന്നു. ഇൻഫിഡിലിറ്റിക്ക് അക്യൂസ് ചെയ്യുവാണ് റാണി പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത്. അപ്പോൾ ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാണിക്കൊരു ട്രയൽ കൊടുക്കുവാണ്. റാണി അവളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യണം ഒരു കോബ്രയെ ഹാൻഡിൽ ചെയ്തിട്ട്. അപ്പോൾ കോബ്രയുടെ ആ ഒരു പൊത്തിലോട്ട് കൈ ഇട്ട് കൊടുക്കണം. കോബ്ര കൊത്തുവാണെന്നുണ്ടെങ്കിൽ അവൾ ഇന്നസെൻ്റ് അല്ല, ഗിൽറ്റി ആണെന്നും, കോബ്ര കൊത്തത്തില്ലെങ്കിൽ അവൾ ഇന്നസെൻ്റ് ആണെന്നും പറയുവാണ്. അവിടെ ഒരു ട്വിസ്റ്റ് വന്നതെന്ന് വെച്ചാൽ നാഗ ഈ സ്റ്റിൽ ഇൻ ലവ് വിത്ത് റാണി അല്ലേ. സോ ആ ടെസ്റ്റ് അപ്പം ഈ പൊത്തിനകത്തോട്ട് കൈയിട്ടപ്പം ഈ നാഗയാണ് ആ പൊത്തിനകത്തിരിക്കുന്നത്. അതെന്തായാലും റാണിയെ കൊല്ലത്തില്ലല്ലോ. അപ്പോൾ റാണി ടെസ്റ്റിൽ അൺഹാംഡ് ആയിട്ട് തന്നെ വിന്നറായിട്ട് വന്നു. അപ്പോൾ റാണി എന്ത് ചെയ്തു, കമ്മ്യൂണിറ്റി എല്ലാം, അതായത് വില്ലേജേഴ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്തു. അപ്പണ്ണയുടെ ബിഹേവിയറിലും നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ വന്നു. അപ്പോൾ ത്രൂ ഔട്ട് ദ നറേറ്റീവ് അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഗ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പണ്ണ പിന്നെ ഒരു ദിവസം മുടി ചീവിക്കൊണ്ടിരുന്നപ്പോൾ ഈ നാഗ എന്ത് ചെയ്യാണ്, നമ്മുടെ റാണിയുടെ തലമുടി ചുരുളിലോട്ട് കയറിയിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിനകത്ത് സ്റ്റോറി ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നറേറ്റർ, അപ്പം സ്റ്റോറി എൻഡ് ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ നറേറ്റർ, അതായത് പിന്നെ സ്റ്റോറിയാണ് നറേറ്ററിനകത്ത്. അപ്പോൾ സ്റ്റോറി അതിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു. ലിസ്ണർ, അതായത് മാൻ എന്ന് പറയുന്ന കൺക്ലൂഷൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. ആൻഡ് ഇതിന് 2 കൺക്ലൂഷനാണ്. ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഹസ്ബൻഡിനോട് തുറന്നു പറയുന്നു, അപ്പണ്ണയുടെ അടുത്ത് തുറന്നു പറയുന്നു. അപ്പണ്ണ എന്ത് ചെയ്യുന്നു, എഗ്രി ചെയ്യുന്നു. റാണി ഒരു കോബ്രയ്ക്ക് വേണ്ടി ഓരോ റിച്വൽ എവറി ഇയർ പെർഫോം ചെയ്യുന്നു. അപ്പണ്ണ അത് ഗ്ലാഡ്ലി എഗ്രി ചെയ്യുന്നു. അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷേ അത് ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അയാൾ വേറൊരു കൺക്ലൂഷൻ കൊടുക്കുവാണ്. റാണിയുടെ തലയിൽ ഈ കോബ്ര കയറിയിരിക്കുന്നു. അപ്പണ്ണ അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ബട്ട് റാണി കോബ്ര എടുത്തിട്ട് അവരുടെ മുടിക്കകത്തോട്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ 2 കൺക്ലൂഷനാണ് ഇതിനുള്ളത്, ഈ ഒരു പ്ലേക്ക് ഉള്ളത്. ഓക്കെ, അപ്പം ഇതൊരു സ്റ്റോറി വിത്തിൻ എ സ്റ്റോറിയാണ്. ആദ്യമേ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്ലെയിംസ് അല്ലെങ്കിൽ സ്റ്റോറി ഒരാളുടെ അടുത്ത് കഥ പറഞ്ഞു കൊടുക്കുവാണ്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റോറി അത് ആരുടെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അപ്പണ്ണയുടെയും റാണിയുടെയും കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ക്യാരക്ടർ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടി ഫേസഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആണിതെന്ന് പറയുന്നത്. റാണിയാണ് ഇതിനകത്ത് പ്രൊട്ടാഗണിസ്റ്റ്. ഒരു സ്ത്രീയുടെ എല്ലാ സ്ട്രഗിൾസും, പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന എല്ലാ സ്ട്രഗിൾസും റാണി ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു നെഗ്ലെക്റ്റഡ് ബ്രൈഡ് ടു എ നെഗ്ലെക്റ്റഡ് വുമൺ അല്ലെങ്കിൽ നെഗ്ലെക്റ്റഡ് വൈഫായിട്ടാണ് നിൽക്കുന്നത്. ലവ് അക്സെപ്റ്റൻസും പിന്നീടാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു അഡാപ്റ്റബിലിറ്റിയെ കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പണ്ണ എന്ന് പറയുന്നത് വളരെ റിജിഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പേട്രിയാർക്കൽ ഫിഗറാണ്. അയാൾ റാണിയെ അക്യൂസ് ചെയ്യുന്നുണ്ട്, നെഗ്ലെക്റ്റ് ചെയ്യുന്നുണ്ട്. നെഗ്ലെക്റ്റ് ചെയ്തിട്ട് പിന്നീട് അവരെ റാണിയെ അക്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഡബിൾ സ്റ്റാൻഡേർഡാണ് കാണിക്കുന്നത്. പിന്നെ അപ്പണ്ണ ഒരു ട്രാൻസ്ഫോർമേഷൻ
ട്രാൻസ്ഫോർമേഷനാണ് അപ്പണ്ണയിൽ, അതായത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പ്ലേ എന്താണ് അപ്പണ്ണയുടെ ആ ഒരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ദ നാഗ എന്ന് പറഞ്ഞൊരു സൂപ്പർ നാച്ചുറൽ ക്യാരക്ടറാണ്. സ്റ്റോറിയിൽ ചേഞ്ച് കൊണ്ടുവരാനുള്ള മെയിൻ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന നാഗയാണ്. അപ്പോൾ നാഗയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പണ്ണയുടെ ഫോം എടുത്തിട്ട് റിയാലിറ്റി ഇല്യൂഷനൊക്കെ ബ്ലറാക്കുന്നത് ഈ ഒരു പ്ലേക്കകത്ത്. നാഗയ്ക്ക് റാണിയുടെ അടുത്ത് അൺകണ്ടീഷണൽ ലവ് ആണ്, പക്ഷെ അത് അപ്പണ്ണയ്ക്ക് ഇല്ലാത്ത ലവ് ആണ് നാഗയ്ക്ക് ആരുടെ ഈ കുട്ടിയുടെ അടുത്ത്. പിന്നെ അനദർ നോട്ടബിൾ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ വില്ലേജ് എൽഡേഴ്സ് ഉണ്ട്. വില്ലേജ് എൽഡേഴ്സ് എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ പഴയ റൂൾസും ജഡ്ജ്മെൻറ്റുമാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഓൾഡ് വുമൺ എന്നുണ്ട്, അത് ലവ് പോഷൻ കൊടുക്കുന്ന ഓൾഡ് വുമൺ, അവർ ആ ഫോക്ലോറിൽ അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. തീം എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ട്രൂത്ത് ആൻഡ് റിയാലിറ്റി ഉണ്ട്. എന്താണ് റിയൽ എന്താണ് ഇല്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ജെൻഡർ റോളും അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ്, അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും എന്താണ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹിച്ചെല്ലാം കഴിയണം, അതാണ് ഇവിടെ കാണിക്കുന്നത്. ആ സ്ത്രീകളുടെ മേളിലൂടെ പൂട്ടിയിട്ടുകൊണ്ടാണല്ലോ പോകുന്നത്, അപ്പോൾ ആ റെസ്ട്രിക്ഷൻസും അതെല്ലാം. പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിനകത്തുള്ളത്. നറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ യുണീക്കായിട്ടുള്ള നറേറ്റീവ് സ്ട്രക്ചറാണ്. ഇതിനകത്ത് കഥ പറയുന്ന ഫ്ലെയിംസ് അല്ലെങ്കിൽ ഇതിനകത്ത് സ്റ്റോറി തന്നെയാണ് ഇതിൻ്റെ കഥ പറയുന്നത്. പിന്നെ ലവ് ആൻഡ് ഡിസയർ ഇതിനകത്തുണ്ട്, മാജിക്കും സൂപ്പർസ്റ്റിഷനും ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ക്യാരക്ടേഴ്സ് എല്ലാം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പ്ലേ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ആയിട്ട് മാറുവാണ്. പിന്നെ സിംബലിസം എന്ന് വെച്ചാൽ നാഗ എന്ന് പറയുന്ന ബോത്ത് ഡേഞ്ചറുമാണ് ഡിസയറിനെയാണ് കാണിക്കുന്നത്. ഹ്യൂമൻ നേച്ചറിലുള്ള ഡ്യുവാലിറ്റിയാണ് അത് കാണിക്കുന്നത്. ഹ്യൂമൻ ബീങ്സ് ഡേഞ്ചറാണ്, പക്ഷേ നല്ല ലവബിൾ ആണ്, ആ ഒരു പവർ ഓഫ് ലവിനെ ഇത് കാണിക്കുന്നു. പിന്നെ ലവ് പോഷൻ എന്ന് പറയുന്നത് എന്താണ് റിയാലിറ്റി ഇല്യൂഷൻ തമ്മിലുള്ളൊരു തിൻ ലൈനെയാണ് ലവ് പോഷൻ കാണിക്കുന്നത്. പിന്നെ ലോക്ക്ഡ് ഹൗസ്, അപ്പണ്ണ ലോക്ക് ചെയ്തിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്, സ്ത്രീകളെ ട്രഡീഷണൽ സൊസൈറ്റീസിൽ പണ്ടത്തെ സൊസൈറ്റീസിൽ എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്ത് അവരുടെ ഫ്രീഡം കൊടുക്കാതെയാണ് പൊക്കോണ്ടിരുന്നത്. പിന്നെ ഫ്ലെയിംസ് എന്ന് പറയുന്നത് എന്താണ് നറേറ്ററാണ് ഫ്ലെയിംസ്, അതുപോലെ തന്നെ ഗോസിപ്പ് പഠിക്കുന്നുണ്ട്. അപ്പോൾ പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഫ്ലെയിം എന്ന് പറയുന്നത്. പിന്നെ ആൻഡ് ഹില്ല്, അതായത് ആൻഡ് ഹിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിൻ്റെ ഹിഡൻ ആസ്പെക്റ്റിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഹില്ലിലോട്ടാണ് ഈ റാണി ഇത് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് എടുത്ത് കളയാൻ ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ആ ഹാൻഡിൽ താമസിക്കുന്ന കോബ്ര ഇതെടുത്ത് കുടിക്കുന്നത്. പിന്നെ മിററുണ്ട്. മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിററിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നാഗയുടെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നാഗയുടെ റിയാലിറ്റി നമ്മൾ കാണുന്നത്. ആര് കാണുന്നത്? റാണി കാണുന്നത്. പിന്നെ ട്രഡീഷണൽ ഫോക്ക് എലിമെൻറ്റ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പുതിയ രീതിയിലുള്ള നറേറ്റീവ് സ്റ്റൈലാണ്. അപ്പോൾ ഓറൽ ട്രഡീഷൻ പ്ലസ് മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറിയാണ് ഇതിനകത്തുള്ളത്. പിന്നെന്താണ് സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് ഉണ്ട്, ഷേപ്പ് ഷിഫ്റ്റിംഗ് നാഗയാണുള്ളത്, ഫ്ലെയിംസ് ടോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഫോക്ക് ട്രഡീഷൻസിനകത്തുള്ളതാണ്. പിന്നെ ട്രഡീഷണൽ റിച്വൽസിനെ കുറിച്ച് പറയുന്നുണ്ട്, ലവ് പോഷനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെന്താണ് ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനുള്ള ട്രയലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജെൻഡർ റോൾസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇവിടെ പറയാൻ പറ്റുന്നത്, ഫെമിനിസത്തിനെ കുറിച്ച് പറയാം, പേട്രിയാർക്കൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയാം. റാണിയുടെ ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള. റാണി വളരെ സബ്മിസീവാണ്, നെഗ്ലക്റ്റഡ് വൈഫാണ്. അപ്പോൾ ഈ പതുക്കെ നാഗയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വഴിയാണ് റാണിക്ക് എന്ത് കിട്ടുന്നത്, ഒരു പവർ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അപ്പണ്ണയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മെയിൽ അതോറിറ്റി ഫിഗറാണ്. അയാൾ ആദ്യമേ നെഗ്ലക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അക്യൂസ് ചെയ്യുന്നു, അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡിനെ കാണിക്കുന്നു. പിന്നെന്താണ് അപ്പണ്ണ പിന്നീട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വില്ലേജ് എൽഡേഴ്സ് ഈ റാണി പിന്നെ ഇൻഫിഡിലിറ്റി കാണിച്ചു അല്ലെങ്കിൽ ഇല്ലിസിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുണ്ട് എന്ന് വിശ്വസിച്ച് ഒരു ട്രയലിനൊക്കെ ഇവളെ നിർബന്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ ഈ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിയൽ നോംസാണ് ഇതിനെ ഇവിടെ കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് അണ്ടർടോൺ ഉണ്ട് ഇതിനകത്ത്, ഫോക്ലോർ ആൻഡ് മിത്തോളജി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താണ് ഒരു മോഡേൺ പ്ലസ് ട്രഡീഷണൽ ആയിട്ടുള്ള തിയേറ്ററിക്കൽ ബ്ലെൻഡാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റിയുടെ ബ്ലെൻഡ് ഉണ്ട്, ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നു, പുതിയ രീതിയിലുള്ള നറേറ്റീവ് ടെക്നിക്കാണ്, സ്റ്റോറി ടെല്ലിംഗ് സ്ട്രക്ചറിനകത്ത് തന്നെ മാറ്റങ്ങളുണ്ട്. പിന്നെ ഫോക്ലോറിലുള്ളൊരു പുതിയ ഇൻട്രസ്റ്റ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അക്കാഡമിക്കലി ഇതിനെ ഒരുപാട് സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ തീം ലവ്, ഐഡൻറ്റിറ്റി ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ റാണിയാണെങ്കിലും അപ്പണ്ണയാണെങ്കിലും നാഗയാണെന്നുണ്ടെങ്കിലും ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു ഡൈവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് അവർ കാണിക്കുന്നത്. പിന്നെ റിയാലിറ്റിയും ഫാൻറ്റസിയും തമ്മിലുള്ള ബ്ലെൻഡ് ഉണ്ട്, പുതിയ രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്.